സക്സസ് ഫയലിലേക്ക് സ്വാഗതം. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ്. ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവായിരുന്നത് BN റാവു ആണ്. BN റാവു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടന നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് 2 വർഷം 11 മാസം 18 ദിവസമാണ്. 2 വർഷം 11 മാസം 18 ദിവസമാണ് ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കുവാനായിട്ടെടുത്ത സമയം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി 1949 നവംബർ 26 എന്ന തീയതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി. 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വമാണ് ഏക പൗരത്വം. ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 5 മുതൽ 11 വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 5 മുതൽ 11 വരെയാണ്. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആരാണ്? ജോൺ മത്തായി ആണ്. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കോസി നദിയാണ്. കോസി നദിയാണ് ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് വ്യാഴത്തിലാണ്. വ്യാഴം. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? മെഡുല ഓംബ്ലാങ്കേറ്റയാണ്. മെഡുല ഓംബ്ലാങ്കേറ്റയാണ് ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ക്ഷാര സ്വഭാവമുള്ള ഏകവാതകം ഏതാണ്? ക്ഷാര സ്വഭാവമുള്ള ഏകവാതകം അമോണിയയാണ്. അമോണിയ. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 1.3 സെക്കൻഡ് ആണ്. 1.3 സെക്കൻഡ്. തേക്കടിയിലെ ജലസംഭരണിക്ക് രൂപം നൽകുന്ന അണക്കെട്ട് മുല്ലപ്പെരിയാറാണ്. തേക്കടിയിലെ ജലസംഭരണിക്ക് രൂപം നൽകുന്ന അണക്കെട്ട് ഏതാണ്? മുല്ലപ്പെരിയാർ. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മാങ്കുളമാണ്. ഇടുക്കി ജില്ലയിലെ മാങ്കുളമാണ് സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തി സത്യാഗ്രഹിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് കേളപ്പനാണ്. കേളപ്പനാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഏത് പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി? ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ട പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏതാണ്? ചെങ്കോട്ടയാണ്. 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ചെങ്കോട്ട. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ 8 ആണ്. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? 8. ചുവന്ന രക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസമാണ്. 120 ദിവസമാണ് ചുവന്ന രക്താണുക്കളുടെ ആയുർദൈർഘ്യം. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഏതാണ്? വെള്ളിയാണ്. വെള്ളിയാണ് വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില അവസാദ ശിലയാണ്. അവസാദ ശിലയിലാണ് പെട്രോളിയം രൂപം കൊള്ളുന്നത്. 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ആവൃത്തി എന്ന് പറയുന്നത് 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ്. മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപം
അർജുന നൃത്തമാണ്. മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപം അർജുന നൃത്തം. അടുത്തത് നീൽ ദർപ്പൺ ഏത് തരം രചനയാണ്? നീൽ ദർപ്പൺ എന്ന് പറയുന്നത് നാടകമാണ്. നാടകം. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? BN ദർ ആയിരുന്നു. BN ദർ ആയിരുന്നു ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപികയാണ് കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം. ഹസ്തലക്ഷണ ദീപിക. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ദാദാബായ് നവറോജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ദാദാബായ് നവറോജി. ദ്വിതീയ മേഖലയുടെ അടിത്തറ വ്യവസായമാണ്. ദ്വിതീയ മേഖലയുടെ അടിത്തറ വ്യവസായം. മാൻഡിലിന്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്ന ഭാഗം അറിയപ്പെടുന്നത് ശിലാമണ്ഡലം എന്നാണ്. ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്നാണ് മാൻഡിലിന്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്ന ഭാഗം അറിയപ്പെടുന്നത്. ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ആണ്. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യം ഓസിൻ ആണ്. ഓസിൻ. ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യമാണ് ഓസിൻ. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര ആരവല്ലിയാണ്. ആരവല്ലി പർവ്വതനിരയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണ് കറുത്ത പരുത്തി മണ്ണ് അല്ലെങ്കിൽ റിഗർ ആണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണ് കറുത്ത പരുത്തി മണ്ണ് അല്ലെങ്കിൽ റിഗർ. പാളികളായി കാണപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ. പാളികളായിട്ട് കാണപ്പെടുന്നത് ഏത് തരം ശിലകളാണ്? അവസാദ ശിലകളാണ് പാളികളായിട്ട് കാണപ്പെടുന്നത്. യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്നത് കുരുമുളകാണ്. യവനപ്രിയ എന്നറിയപ്പെടുന്നത് കുരുമുളക്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് JC ബോസ്. JC ബോസ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? തൃശൂർ പൂരത്തെയാണ്. തൃശൂർ പൂരത്തെയാണ് ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത്. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമമുള്ള പ്രാദേശികവാദം ചിനൂക്ക്. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമമുള്ള പ്രാദേശികവാദമാണ് ചിനൂക്ക്. 1114 കഥ എന്ന പുസ്തകം രചിച്ചത് അക്കാമ ചെറിയാനാണ്. 1114 കഥ എന്ന പുസ്തകം രചിച്ചത് അക്കാമ ചെറിയാൻ. വാഗൻ ട്രാജഡി നടന്നത് 1921 നവംബർ 10-നാണ്. 1921 നവംബർ 10-ാം വാഗൻ ട്രാജഡി നടന്നത്. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ ആവൃത്തി 50 ഹെർട്സ് ആണ്. ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? 50 ഹെർട്സ്. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം ജന്മം കൊണ്ട സ്ഥലം കൊട്ടാരക്കരയാണ്. കഥകളിയുടെ ആദ്യത്തെ രൂപമാണ് രാമനാട്ടം. രാമനാട്ടം ജന്മം കൊണ്ട സ്ഥലം ഏതാണ്? കൊട്ടാരക്കര. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? പാണ്ഡുരംഗ ഹെഡ്കെ. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? പാണ്ഡുരംഗ ഹെഡ്കെ. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? 8848.86 മീറ്റർ ആണ് പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം.
8848.86 മീറ്റർ. അക്ഷയ പദ്ധതി ആദ്യമായിട്ട് നടപ്പാക്കിയ ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലാണ് അക്ഷയ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ആഹാരത്തിലൂടെ ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകമാണ് പ്രോട്ടീൻ. ആഹാരത്തിലൂടെ ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം ഏതാണ്? പ്രോട്ടീൻ ആണ്. വായിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികൾ ഉണ്ട്? 3 ജോഡിയാണ്. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് വായിലുള്ളത്. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കുന്നത് തടയുന്ന ഭാഗം ക്ലോമപിതാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടീസ് ആണ്. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കുന്നത് തടയുന്ന ഭാഗം ക്ലോമപിതാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടീസ്. ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് ആണ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം. ഇന്ത്യയിലാണെങ്കിലോ എക്കൽ മണ്ണാണ്. കണ്യാർകളി എന്ന അനുഷ്ഠാന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലാണ് കണ്യാർകളി എന്ന അനുഷ്ഠാന നൃത്തം പ്രചാരത്തിലുള്ളത്. കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കരിമുണ്ട കുരുമുളകാണ്. കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കുരുമുളക്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ രചിച്ചത് MT വാസുദേവൻ നായരാണ്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ രചിച്ചത് ആരാണ്? MT വാസുദേവൻ നായരാണ്. വായുവിൽ പ്രതിധ്വനി കേൾക്കാനുള്ള പ്രതിഫലന തലത്തിന്റെ ഏറ്റവും കുറഞ്ഞ ദൂരം 17 മീറ്റർ ആണ്. വായുവിൽ പ്രതിധ്വനി കേൾക്കുവാനുള്ള പ്രതിഫലന തലത്തിന്റെ ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? 17 മീറ്റർ. ദ്രാവക തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം പ്രതല ബലമാണ്. ദ്രാവക തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം ഏത് തരം ബലമാണ്? പ്രതല ബലം. ആരുടെ പ്രശസ്തമായ ചിത്രമായിരുന്നു ഗ്രാമീണ ജീവിതം? അമൃത ഷെർഗിൽ. അമൃത ഷെർഗിലിന്റെ പ്രശസ്തമായ ചിത്രമാണ് ഗ്രാമീണ ജീവിതം എന്നത്. ഗ്രാമീണ ജീവിതം. ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം പീഠഭൂമിയാണ്. പീഠഭൂമിയാണ് ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം. പീഠഭൂമി. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം രാഷ്ട്രത്തിന്റെ ജീവരേഖ. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം രാഷ്ട്രത്തിന്റെ ജീവരേഖ. ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് പീഠഭൂമിയുടെ ഭാഗങ്ങളാണ്? ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് പീഠഭൂമിയുടെ ഭാഗങ്ങളാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ് ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നത്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേത്? പീറ്റ് മണ്ണാണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? പീറ്റ് മണ്ണ്. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ന്യൂട്രോൺ ആണ്. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ. ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം. ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിനായിരുന്നു? ഭൗതിക ശാസ്ത്രമാണ്. ഭൗതിക ശാസ്ത്രമാണ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. ഉരുളൽ ഘർഷണം എന്ന് പറയുന്നത് നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സ്നേഹകങ്ങൾ എന്നാണ്. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സ്നേഹകങ്ങൾ. ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ പ്രത്യേകത. വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ പ്രത്യേകതയാണ് ടിംബർ.
ടിംബർ. രാജ്യസഭാംഗമായ ആദ്യ മലയാള സിനിമാ താരം. രാജ്യസഭാംഗമായ ആദ്യത്തെ മലയാള സിനിമാ താരം ആരാണ്? സുരേഷ് ഗോപിയാണ്. ബഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ് എഴുതിയത്? ജവഹർലാൽ നെഹ്റു. ബഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ് എഴുതിയത് ജവഹർലാൽ നെഹ്റു. വയലാർ അവാർഡ് വിതരണം ചെയ്യുന്ന തീയതി ഒക്ടോബർ 27 വയലാർ അവാർഡ് വിതരണം ചെയ്യുന്നത് ഒക്ടോബർ 27. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? കൊല്ലമാണ്. കൊല്ലം ജില്ലയിലാണ് ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യത്തെ വനിത ബാലാമണി അമ്മയാണ്. എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യത്തെ വനിതയാണ് ബാലാമണി അമ്മ. ഹൈപ്പർ മെട്രോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ്? കണ്ണ്. കണ്ണിനെ ബാധിക്കുന്ന ന്യൂനതയാണ് ഹൈപ്പർ മെട്രോപ്പിയ. ഹൈപ്പർ മെട്രോപ്പിയ. ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞ അവസരം? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം റദ്ദാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം റദ്ദാക്കിയതാരാണ്? റിപ്പൺ പ്രഭുവാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാറാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാർ. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ സമുദ്ര സാമീപ്യമില്ലാത്തത് തൃശ്ശൂരാണ്. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ സമുദ്ര സാമീപ്യമില്ലാത്തത് തൃശ്ശൂർ. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ ഘോഷാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അരവിന്ദ ഘോഷ്. ദിനരാത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഗ്രഹം ശുക്രനാണ്. ദിനരാത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഗ്രഹമാണ് ശുക്രൻ. കൊഴിഞ്ഞിലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരാണ് കൊഴിഞ്ഞ ഇലകൾ എന്നത്. വളരെ ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ ആണ്. വളരെ ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ധരാതലീയ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ്. ധരാതലീയ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കൃഷിയിടങ്ങളെയാണ്. നവീന ശിലായുഗ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് വി ഗോൾഡൻ ചൈൽഡ് ആണ്. വി ഗോൾഡൻ ചൈൽഡ്. നവീന ശിലായുഗ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് വി ഗോൾഡൻ ചൈൽഡ്. മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം 3 മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം 3. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ രാജസ്ഥാൻ കനാലാണ്. ഇന്ദിരാഗാന്ധി കനാൽ അല്ലെങ്കിൽ രാജസ്ഥാൻ കനാൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് രാജസ്ഥാൻ കനാൽ. തീർത്ഥാടന ടൂറിസത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയാണ്. തീർത്ഥാടന ടൂറിസത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. കേരളത്തിലെ ഏത് വിഭാഗം ആദിവാസികളെ കുറിച്ചാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്? നായാടികൾ. കേരളത്തിലെ ഏത് വിഭാഗം ആദിവാസികളെ കുറിച്ചാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്? നായാടികളെ കുറിച്ചാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട്. കയ്യൂരും കരിവള്ളൂരും എന്ന പുസ്തകം രചിച്ചത് AV കുഞ്ഞമ്പുവാണ്. കയ്യൂരും കരിവള്ളൂരും എന്ന പുസ്തകം രചിച്ചതാരാണ്? AV കുഞ്ഞമ്പു. ലോക കൈ കഴുകൽ ദിനം ഒക്ടോബർ 15 ലോക കൈ കഴുകൽ ദിനം ഏതാണ്? ഒക്ടോബർ 15.
ഈ ഒരു ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? തലശ്ശേരിയിൽ നിന്നുമാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? രാജ്യസമാചാരമാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? തലശ്ശേരിയിൽ നിന്നുമാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.